ജനപ്രതിനിധികൾ ഈ പ്രദേശത്ത് അങ്ങനെ യാതൊരു തര വികസനവും ചെയ്തിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വിജയപ്രതീക്ഷ 100% എനിക്ക് വിജയപ്രതീക്ഷയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാർഡ് വിഭജനത്തിന് ശേഷം പുതുതായി രൂപം കൊണ്ട വാർഡുകളിലൊന്നാണ് ചെങ്കോട്ടുകോണം. അത് വനിതാ സംവരണമാണ്. ആദ്യ തവണ തന്നെ 3 വനിതകൾ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായിട്ട് ചെങ്കോട്ടുകോണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറുകയാണ്. കോൺഗ്രസ് ഇത്തവണ സരിത VI എന്ന സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇപ്പോൾ ഈ പ്രചരണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ എന്താ പറയുക, ആളുകൾക്കെല്ലാം തന്നെ വളരെ സുപരിചിതയായ ഒരു വ്യക്തിയാണ്. വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ആളുകളുമായിട്ട് അവരെ പേരെടുത്ത് വിളിച്ച് വോട്ട് ചോദിക്കാൻ അത്തരത്തിലുള്ള ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യമായിട്ട് രൂപം കൊണ്ട ഈ വാർഡില് ഈ പ്രചരണവും തീരാറായിരിക്കുകയാണ്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? വിജയപ്രതീക്ഷ 100% എനിക്ക് വിജയപ്രതീക്ഷയാണ്. കാരണം ഈ വാർഡിൽ എനിക്ക് ഒരു ആത്മബന്ധമുണ്ട്. പുതുതായിട്ട് രൂപം കൊണ്ട ചെങ്കോട്ടുകോണം വാർഡ് ആണെങ്കിൽ, പുതിയ വാർഡാണെങ്കിലും അവിടെ ഏതൊരു വീട്ടിൽ ചെന്നാലും എനിക്ക് പേര് എടുത്ത് പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം ആ വീട്ടിലുണ്ട്. അത് അമ്മയായാലും സഹോദരനായാലും സഹോദരിയായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് വോട്ടായി മാറും. വൻ ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് വിജയിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം നമ്മൾ കോൺഗ്രസ് പാർട്ടിക്കാർക്കും ഉണ്ട്. അവരുടെയും പൂർണ്ണ പിന്തുണ ഈ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു ആവേശം പകരുന്ന രീതിയിലാണ് നമ്മുടെ വോട്ടർമാർ എന്നോട് സംവദിക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം തുടക്ക സമയം മുതൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം വരികയും അവരുടെ പൂർണ്ണ പിന്തുണ ഇപ്പം എനിക്ക് കിട്ടുന്നതുമുണ്ട്. പിന്നെ അപ്പം അതുപോലെ തന്നെ നേരത്തെ ഒരു പഞ്ചായത്ത് അംഗമായിട്ടിരുന്ന് പ്രവർത്തിച്ച ഒരു പരിചയം കൂടിയുണ്ട്. ആ കാലത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. അതുവഴി ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങള്, ഒപ്പം തന്നെ ബാങ്കില് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക്, ചെമ്പഴന്തി സർവീസ് സഹകരണ ബാങ്കിലെ ജോലി ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഉപകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉപകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭ ആകുന്നതിന് തൊട്ട് മുമ്പേ ശ്രീകാര്യം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ ആ ഒരു മെമ്പർ എന്ന നിലയിൽ ആ ഒരു വാർഡിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അതായത് മാക്സിമം ആ ഒരു വാർഡിലെ ഞാൻ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. അത് അവരുടെ സ്വയം പര്യാപ്തമായിട്ടുള്ള വികസനവും അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയുള്ള വികസനവും അതുപോലെ തന്നെ SC ഫണ്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും, പിന്നെ അവർ എന്തൊരു ആവശ്യം വന്ന് പറഞ്ഞാലും അത് എൻ്റെ സ്വന്തം ആവശ്യം എന്നുള്ള നിലയിലാണ് ഞാൻ അവർക്കത് ചെയ്തു കൊടുത്തത്. അപ്പോൾ അത്രത്തോളം ആത്മബന്ധം ആ വാർഡിൽ എനിക്കുണ്ടായി. പിന്നെ അവരുടെ അവർക്ക് വീടില്ലാത്തവർക്ക് വീട്, എന്ത് പറഞ്ഞാലും ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല ഞാൻ. ഏതെങ്കിലും തരത്തിലൊരു വികസനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഈ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന സമയത്ത് ഈ വീടുകളെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതെ, പൂർണ്ണമായി എത്തിച്ചു കൊടുത്തു. കാരണം ഫണ്ടുകളെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ചെങ്കോട്ടുകോണം മുതൽ ഞാണ്ടൂർക്കോണം വരെയുള്ള പ്രദേശം അത് ഉള്ള റോഡിൻ്റെ വികസനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നഗരം, സിറ്റി എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ സിറ്റിയായിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഒരു സിറ്റിയിൽ ടെക്നോ പാർക്കുമായിട്ടുള്ള ജോലിക്കാർക്ക് അവിടെ സുഗമമായിട്ട് അവിടെ എത്തുവാനും ആ ഒരു കണക്ടിവിറ്റിയിലൂടെ എനിക്ക് ആ ടെക്നോ പാർക്കിൻ്റെ ഒരു കേന്ദ്രത്തിൽ എത്തിക്കുവാൻ ഉൾപ്രദേശങ്ങളിലുള്ള നമ്മളെ ഉദ്യോഗാർത്ഥികൾക്ക് വരുവാനും ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വികസനം കൊണ്ടുവരുവാൻ ആ സമയത്ത് എനിക്ക് സാധിച്ചു എന്നുള്ളത് അത് എടുത്തു പറയേണ്ടത്തെ കാര്യം തന്നെയാണ്. ചെങ്കോട്ടം ഇപ്പോൾ പുതിയ വാർഡാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കഴക്കൂട്ടം പഞ്ചായത്തും ശ്രീകാര്യം പഞ്ചായത്തും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിരുന്നു ചെങ്കോട്ടം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ വലിയൊരു നേട്ടമായി തന്നെയാണ് കാണുന്നത്. ആ ഒരു കണക്ടിവിറ്റിയിലൂടെയാണ് ജനങ്ങൾ എന്നെ അറിയപ്പെട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു റോഡായിരുന്നു അത്. ഇന്ന് കാണുന്ന ഇപ്പം നിരന്തരം ഒരു ബസ് സർവീസ് ഉള്ള റോഡാക്കി മാറ്റിയാൽ വളരെയധികം പങ്ക് എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിന് PMGSY പദ്ധതി ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ചെയ്ത ഒരു വർക്കാണ്. അതിപ്പോഴും അതേപോലെ നിലനിൽക്കുകയാണ്. അതിലൊരു മെയിൻ്റനൻസ് പണിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ അതുമാത്രമല്ല, അതിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വളരെയധികം ഞാൻ ഒരു വെല്ലുവിളി നേരിട്ട ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു.
കാരണം എൻ്റെ പ്രദേശമായതുകൊണ്ട് തന്നെയാണ് അവർ അവർക്ക് ഫണ്ട് സ്ഥലം കൈമാറുമ്പോൾ ഫണ്ട് കൊടുക്കില്ലായിരുന്നു. അതുപോലെ തന്നെ വീടുകളുടെ മതിലുകൾ ഇടിച്ചു മാറ്റി അത് വികസനം വരുത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് അത് താല്പര്യമില്ല, കുറച്ച് പേർക്ക് നാടിൻ്റെ വികസനം താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ച് ആ ഒരു റോഡിൻ്റെ വൈഡനിങ് ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഞാൻ മുൻപന്തിയിൽ ജനങ്ങളോട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാവുന്നത് ആ പ്രദേശത്തുള്ള ആൾക്കാർ കൂടെ എൻ്റെ ഒരു പ്രവർത്തനം അവരുടെ മനസ്സിൽ പതിഞ്ഞു എന്നുള്ള ഒരു തെളിവ് ഈ ഇലക്ഷനിലൂടെ ഞാൻ ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോഴും എനിക്കത് മനസ്സിലാക്കി. പ്രധാനമായിട്ടും നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉന്നയിക്കാനുണ്ട്. അല്ലെ, UDF സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് ഭരണവിരുദ്ധ വികാരമാണ് കത്തി നിൽക്കുന്നത്. ഒന്ന് ഈ പറയുന്ന കോർപ്പറേഷനിലെ ഉണ്ട്, സംസ്ഥാന വ്യാപകമായിട്ട് LDF കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വാർഡില് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവര് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? അപ്പം തന്നെ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രചരണത്തിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടിക്കുന്നത്? ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളെന്ന് തന്നെയാണ് മുൻ ജനപ്രതിനിധികൾ. ഈ പ്രദേശത്ത് അങ്ങനെ യാതൊരു തര വികസനവും ചെയ്തിട്ടില്ല. അവർക്ക് അത്യാവശ്യം ഒരു നട വരമ്പായാൽ പോലും, നടന്നു പോകുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയായാൽ പോലും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മുൻ ജനപ്രതിനിധികളുടെ ശ്രദ്ധയോ അല്ലെങ്കിൽ നോട്ടമോ ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഞാൻ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷെ അവർ പറയുന്നത് ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പ്രദേശങ്ങളെല്ലാം തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന സമയമാണ്. പിന്നെ അതുപോലെ തന്നെ പന്നികൾ, കൃഷിക്ക് ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ചെങ്കോട്ടുകോണം, അതുപോലെ ഞാടർക്കോണം, തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം കൃഷിപരമായിട്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് കാർഷിക അഭിവൃദ്ധി ഉണ്ടായിരുന്ന പ്രദേശമാണ്. അപ്പോൾ അതിപ്പം പന്നിയുടെ ശല്യം കൊണ്ട് ആ ഒരു കാർഷിക മേഖലയോട്ട് ആൾക്കാർ തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എൻ്റെ മനസ്സിലുണ്ട്, ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ പട്ടികളുടെ ശല്യം നിരന്തരം, എത്രയോ കുട്ടികൾക്ക് നിരന്തരം പട്ടി കടികേൽക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു പ്രശ്നമാണ്. രാവിലെ ഞാനും എൻ്റെ മകനും കൂടി സ്കൂട്ടറിൽ പോയപ്പോഴത്തേക്ക് ഒരു വീൽ ചെയറിൽ ഒരു അമ്മാവ് വരുന്നപ്പോഴത്തേക്ക് പട്ടികൾ ആ വീൽ ചെയർ ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ പട്ടികൾ ഇങ്ങനെ കുരച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ആ പട്ടികളെ ഓട്ടിച്ചിട്ട് ആ മാമ ഞങ്ങളെ വിളിച്ചു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടിച്ചിട്ട് മാമനെ അങ്ങോട്ട് വിടുകയാണ്. കാരണം വീൽ ചെയറിൽ പതുക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. പട്ടികൾ ആക്രമിക്കുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. അപ്പോൾ തന്നെ ഈ ഇത്തവണ കോൺഗ്രസ് വലിയ മുൻകാലങ്ങളൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു മുന്നൊരുക്കം തെരഞ്ഞെടുപ്പിന് നടത്തിയിട്ടുണ്ട്. ഈ കോർപ്പറേഷനിലാണെങ്കിൽ ഒരാഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ശബരിനാഥനെ പോലെ നഗരത്തിന് സുപരിചിതനായ ഒരു വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നു. അത് എത്രത്തോളം കോൺഗ്രസിന് ഈ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? എത്രത്തോളം ഒരു ഊർജ്ജം നൽകുന്നുണ്ട്? അതൊക്കെ വളരെയധികം ഊർജ്ജം നൽകുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിൽ എന്ന പോലെ അല്ല. മുൻ KPCC പ്രസിഡന്റ് കൂടിയായ നമ്മുടെ മുരളീധരൻ സാറ് നമുക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ പെട്ടെന്ന് തന്നെയാണ് അത് പൂർത്തീകരിച്ചത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള, അതായത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ്, സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശബരിനാഥൻ ex-MLA ആയിരുന്നു. അദ്ദേഹത്തെ പോലെ ഇത്രയും അറിവും ക്വാളിഫൈഡും ആയിട്ടുള്ള ഒരു വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥി ആക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നമ്മളെ ആദ്യമേ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മുന്നിൽ ഇറങ്ങി വന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം മുന്നൊരുക്കങ്ങൾ, വളരെയേറെ ബഹുദൂരം നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് എത്തിച്ചേരാനുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് ഭാഗത്തുനിന്ന് ഉണ്ടായി. എനിക്ക് തന്നെ അറിയാം, ഈ വാർഡിൽ 10 ദിവസം മുന്നേ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഡിക്ലെയർ ചെയ്യപ്പെട്ടത്. അപ്പോഴും തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു അത് സരിതയാണ്, സരിത വേണം, ഈ നാടിന് വേണമെന്ന് ജനങ്ങൾ അപ്പോഴേ തന്നെ അവർ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കണ്ടാലും മോള് പോക്കിയോ, മോള് തന്നെയാണ് ഇവിടുത്തെ അടുത്ത കൗൺസിലർ. അല്ല, അതാണ് ഈ പ്രചരണത്തിന് ഇപ്പം നമ്മൾ ഓരോ വീടും കയറി നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പം തന്നെ നേരത്തെ പഞ്ചായത്ത് അംഗമായിരുന്നു, കൂടുതൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ചെങ്കോട്ടുകോണത്തെ ഒരു കൗൺസിലറായിട്ട് വിജയിച്ച് വന്നാൽ ആ ചെങ്കോട്ടുകോണം വാർഡിന് വേണ്ടിയിട്ടൊരു വികസന രേഖ മനസ്സിലുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്.
എനിക്ക് ഈ ചെങ്കോട്ടണത്തെ സംബന്ധിച്ച് വികസന രേഖ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവഴി കടന്നു പോകുന്ന ഈ ചെങ്കോട്ടണം പ്രദേശത്തോടു കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രാവിലെ 8:45, 9 മണി ഇടയ്ക്ക് ഇവിടെ ധാരാളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെങ്കോട്ടണം മുതൽ കാര്യവട്ടം വരെയുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ നിരവധി സ്കൂളുകൾ ഉള്ളതാണ്. ഗവൺമെൻറ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഉള്ള നിരവധി ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികളുണ്ട്, ഡേ കെയറുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെക്നോ പാർക്കിലുള്ള ജീവനക്കാർ ഇതുവഴിയാണ് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ടെക്നോ പാർക്കിൽ പോകുന്ന ജീവനക്കാരുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് വളരെ രൂക്ഷമാണ്. ഞാൻ തന്നെ വെപ്രാളപ്പെട്ട് ജോലിക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് ഈ കാട്ടായിക്കോണം പ്രദേശത്ത് നിന്ന് ആംബുലൻസ് വരും. ആ ആംബുലൻസ് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ നിരവധി ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റം വരണം. കാരണം നമുക്ക് ഒരുപാട് കുട്ടികൾ ഗതാഗത കുരുക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്കൂൾ കുട്ടികൾ +2 വരെയുള്ള കുട്ടികൾ ഇവിടെ ബസ് ഇറങ്ങിയാണ് സ്കൂളിലോട്ട് പോകുന്നത്. അപ്പം രണ്ട് സൈഡിലൂടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളും ഇങ്ങനെ നിരന്ന് പോകുമ്പോഴത്തേക്ക് റോഡിൻ്റെ വൈഡനിങ് അധികം ഇല്ല. ഒരു 6-7 മീറ്റർ ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് സാങ്കേതികമായിട്ടുള്ള വിദഗ്ധരായ ആൾക്കാരുമായിട്ട് എനിക്ക് അവരുമായിട്ട് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ഫ്ലൈ ഓവർ ഇതിനുള്ള നടപ്പാത കൊണ്ടുവരണമെന്നുള്ള ഒരു ആശയം, ഒരു വികസന കാഴ്ചപ്പാട് എനിക്കുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പം പ്രധാനമായും സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഷീറ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെൺകുട്ടികൾ നിരന്തരം വരുന്ന പെൺകുട്ടികളാണ്, ബസ്സിനകത്ത് നിൽക്കുന്നവരാണ്. അവർ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 6 മണിയായാലും ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെ അടുത്ത ചെമ്പഴന്തി SM കോളേജ് ഉണ്ട്, ആ ബസ് നിറഞ്ഞു വരുമ്പോഴേക്ക് പിള്ളേർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ആയിട്ടുള്ള പെൺകുട്ടികളുടെ കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ റിഫ്രഷ്മെന്റ് വേണ്ടി വരും. അപ്പോൾ ഒരു ഷീറ്റ് ടോയ്ലറ്റ് എൻ്റെ ഒരു ആശയമാണ്. പിന്നെ ഉള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ഈ പ്രദേശത്ത് ഒരുപാട് കുളങ്ങളുണ്ട്, ഒന്നും നവീകരിക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം ഇങ്ങനെ മണ്ണ് മൂടി ഇങ്ങനെ കിടക്കുന്നതാണ്. കുടിവെള്ള പ്രശ്നം ഇവിടെ രൂക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുളങ്ങളിൽ കൂടെ തന്നെ കുടിവെള്ളം എത്തിക്കുന്ന ഒരു ആശയം എനിക്കുണ്ട്. എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വിദഗ്ധരമായിട്ട് ആലോചിച്ച് ചെയ്യും. എന്നാലും എൻ്റെ ഒരു വികസന കാഴ്ചപ്പാടാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും വളരെ നന്ദി. എല്ലാ ആശംസകളും. താങ്ക് യു.